അമിത ജോലിഭാരം നിമിത്തം കൊച്ചി സ്വദേശിയായ 24-കാരി ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റ്യൻ പേരയിൽ മരിച്ചത് ഒരു വർഷമാകുമ്പോഴും തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണം വെറും പ്രഹസനവും പ്രഖ്യാപനവും മാത്രമായി മാറിയിരിക്കുകയാണ്. ആരോപണ വിധേയരായ അന്താരാഷ്ട്ര കമ്പനി ഏണസ്റ്റ് ആൻഡ് യങ്ങിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനും അന്നയുടെ മാതാപിതാക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ആളെ പറ്റിക്കലായിരുന്നു എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ അന്നയുടെ കുടുംബം. കഴിഞ്ഞ വർഷം ജൂലൈ 20-നാണ് പൂനെയിലെ EY കമ്പനിയിലെ ജീവനക്കാരിയായ അന്ന സെബാസ്റ്റ്യൻ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചത്. ജോലി സമയം കഴിഞ്ഞും പണിയെടുപ്പിച്ച് തൻ്റെ മകളെ കൊന്നതാണെന്ന് കാട്ടി അന്നയുടെ മാതാവ് അനിത അഗസ്റ്റിൻ കമ്പനി മേധാവിക്ക് അയച്ച കത്ത് വലിയ വിവാദമായിരുന്നു. EY ഇന്ത്യ ചെയർമാന് അയച്ച കത്തിൽ മകൾ അനുഭവിച്ച തൊഴിൽ പീഡനം വിശദീകരിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് മുൻ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ തൊഴിലിടങ്ങളിലെ ചൂഷണത്തിനിടയായി മരിച്ച അന്നയുടെ വിഷയം കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. പ്രശ്നത്തിൽ ഉടൻ ഇടപെടുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരിന്തലജെ പ്രതികരിച്ചെങ്കിലും ഒരു വർഷമായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. ഉറക്കമില്ലായ്മയും സമയം തെറ്റിയുള്ള ഭക്ഷണവുമാണ് അന്നയുടെ മരണകാരണമെന്ന് അന്ന് ഡോക്ടർമാർ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. EYയിൽ ജോലിക്ക് കയറി 4 മാസത്തിനകം ഒരു ചെറുപ്പക്കാരി അമിത ജോലിഭാരത്താൽ മരിച്ചതിൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതല്ലാതെ ഒരു നടപടിയും കമ്പനിക്കെതിരെ ഉണ്ടായിട്ടില്ല. അതുമല്ലെങ്കിൽ കമ്പനിക്കെതിരെ ഇവർ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. വർക്ക് ലൈഫ് ബാലൻസ് ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നൊക്കെ ആയിരുന്നു കേന്ദ്ര സർക്കാർ അന്നയുടെ മരണമുണ്ടായ സമയത്ത് പ്രതികരിച്ചത്. അന്ന സെബാസ്റ്റ്യൻ്റെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് നിർദ്ദേശവും നൽകിയിരുന്നു. എന്ത് നടപടിയെടുത്തെന്ന് അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. എങ്കിലും ഇത് സംബന്ധിച്ച് പിന്നീട് എന്തെങ്കിലും സംഭവിച്ചതായി അറിവില്ല. അന്നയുടെ മരണം ദേശീയ തലത്തിൽ വിവാദമായ ഘട്ടത്തിൽ ഭരണ പ്രതിപക്ഷ നേതാക്കൾ നിരനിരയായി വീട്ടിലെത്തി. ഇവർ മാതാപിതാക്കളെ കാണുകയും ചെയ്തു. ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്നതിൽ ഇവരാരും ഒന്നും ചെയ്യുകയോ ഈ വിഷയം ഫോളോ അപ്പ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഒന്നും ചെയ്യാതെ ഒളിച്ചുകളി തുടരുന്നു. അന്നയുടെ മരണത്തെക്കുറിച്ചും EYയുടെ തൊഴിൽ ചൂഷണത്തെക്കുറിച്ചും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വെറും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്ന നടപടി പോലും ഉണ്ടായിട്ടില്ല. ഈ മരണത്തിൻ്റെ പിന്നാലെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന തൊഴിൽ മേഖലയിൽ കൂടുതൽ കർക്കശമായ നിയമങ്ങൾ കൊണ്ടുവരുന്നതിനോ പരിശോധനകൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിനോ കേന്ദ്ര സർക്കാർ വലിയ തോതിൽ ശ്രമങ്ങൾ നടത്തുമെന്നോ അല്ലെങ്കിൽ നീക്കം നടത്തുമെന്നുമെല്ലാം അന്ന് നിരീക്ഷകർ പറഞ്ഞിരുന്നു. എന്നാൽ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. കേന്ദ്രമന്ത്രി BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിലുള്ളപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവരെ ആശ്രയിക്കുന്ന ജനങ്ങൾക്കെങ്കിലും നീതി കിട്ടുമെന്ന പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു.